warahmatullahi wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi wa man wala amma ba'du. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിന്റെ ദർസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പുനരാരംഭിക്കുന്നത്. ഉംദത്തുൽ അഹ്കാമിൽ അവസാനമായി നമ്മളെടുത്ത അധ്യായം സലാത്തുൽ ഖുസൂഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ അധ്യായത്തിൽ 4 ഹദീസുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ഹദീസുകളാണ് നമ്മൾ കുറെ മാസങ്ങൾ മുമ്പുള്ള ഒരു ദർസിൽ 2 ഹദീസുകളാണ് അതിൽ വായിച്ചത്. അപ്പോൾ ബാക്കിയുള്ള 2 ഹദീസുകളൊന്ന് പെട്ടെന്ന് വായിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ആ കിതാബ് പൂർണ്ണമായി തുടർന്നു പോകുക എന്നുള്ള നിയത്തിൽ ആ ബാക്കിയുള്ള 2 ഹദീസ് വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായമായ സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട 2 ഹദീസുകൾ നമുക്ക് വായിക്കാം. ഗ്രഹണ നിസ്കാരത്തിൽ അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ആ ഹദീസ് ഇപ്രകാരമാണ്: അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഖസഫത്തി ശംസു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല ബിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ജനങ്ങളുമായി ഗ്രഹണ നിസ്കാരം നിസ്കരിച്ചു. അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാലും ആ നിസ്കാരത്തിന്റെ സിഫത്ത്, അതിന്റെ രൂപം ഈ ഹദീസിലുണ്ട്. എന്താണ് പറയുന്നത്? നിസ്കാരത്തിന്റെ രൂപം മറ്റു നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം ദൈർഘ്യമുള്ള 2 റക്അത്താണ് ഗ്രഹണ നിസ്കാരം. മറ്റേതൊരു നിസ്കാരത്തെക്കാളും ഏറ്റവും ദൈർഘ്യമുള്ള 2 റക്അത്ത് അത് ഗ്രഹണ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധികം ദൈർഘ്യത്തോടു കൂടി അത് നിസ്കരിച്ചിട്ടുണ്ട്. അവർ പറയുകയാണ്, ഫസല്ല ബിന്നാസ് ഫഅതാലൽ ഖിയാം, അവിടുന്ന് നൃത്തം വളരെയധികം ദൈർഘിപ്പിച്ചിരുന്നു. സുമ്മ റകഅ, പിന്നീട് റുക്കൂ ചെയ്തു. 1ാമത്തെ റക്അത്താണ് പറയുന്നത്. ഫഅതാല റുക്കൂ, ആ റുക്കൂവും വളരെയധികം ദൈർഘിപ്പിച്ചിരുന്നു എന്നാണ്. എത്രത്തോളം എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ഖിറാഅത്തിന്റെ പകുതി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദൈർഘിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞത് കാണും. ഖിറാഅത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ ചില ഹദീസിൽ വന്നത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 1ാമത്തെ റക്അത്തിൽ ആദ്യം പാരായണം ചെയ്ത് സൂറത്തുൽ ബഖറയാണ്. അത് പൂർണ്ണമായി പാരായണം ചെയ്തു. അത് പൂർണ്ണമായി പാരായണം ചെയ്തിട്ട് ഏകദേശം അതിന്റെ പകുതിയോളം റുക്കൂ, 1ാമത്തെ റുക്കൂയിൽ നിന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതിനുശേഷം സുമ്മ ഖാമ ഫഅതാലൽ ഖിയാം, പിന്നീട് വീണ്ടും നമ്മൾ ഇഅ്തിദാലിലേക്കല്ല വരുന്നത്, വീണ്ടും ഖിറാഅത്ത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ്? എഴുന്നേറ്റ് നിൽക്കുകയാണ്. വഹു ദൂനൽ ഖിയാമിൽ അവ്വൽ, അത് 1ാമത്തെ ഖിയാമിനേക്കാളും കുറഞ്ഞതായിരുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആലു ഇമ്രാൻ ആണ് അത് പാരായണം ചെയ്തത് എന്നാണ്. സൂറത്തുൽ ബഖറയേക്കാൾ കുറവാണ് ആലു ഇമ്രാൻ. അപ്പൊ ആലു ഇമ്രാനാണ് പാരായണം ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് സുമ്മ റകഅ ഫഅതാല റുക്കൂ വഹുവ ദൂന റുക്കൂൽ അവ്വൽ, പിന്നീട് റുക്കൂ ചെയ്തു, അത് 1ാമത്തെ റുക്കൂവിനേക്കാളും ദൈർഘ്യം കുറഞ്ഞതായിരുന്നു എന്നാണ്. സുമ്മ സജദ്, പിന്നീട് ഇഅ്തിദാലിലേക്ക് വന്നു. സുമ്മ സജദ് ഫഅതാല സുജൂദ്, സുജൂദും ദൈർഘ്യമുള്ളതായിരുന്നു. ഇതൊക്കെ 1ാമത്തെ റക്അത്തിലാണ്. അപ്പൊ 1ാമത്തെ റക്അത്തിൽ എന്തുണ്ട്? 2 റുക്കൂകളുണ്ട്. മറ്റു നിസ്കാരങ്ങളിൽ വ്യത്യസ്തമായി ഒരു റക്അത്തിൽ 2 റുക്കൂ ഉള്ള നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സലാത്തുൽ ഖുസൂഫാണ് അല്ലെങ്കിൽ സലാത്തുൽ ഖുസൂഫാണ്. രണ്ടും ഒന്ന് തന്നെ. എന്നിട്ട് ദൈർഘ്യമായി സുജൂദ് ചെയ്തു. സുമ്മ ഫഅല ഫി റക്അത്തിൽ ഉഖ്റാ മിസ്ല മാ ഫഅല ഫി റക്അത്തി അൽ ഊല, 1ാമത്തെ റക്അത്തിൽ ചെയ്തതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ ചെയ്തു എന്നാണ്. പക്ഷേ അതിന്റെ ദൈർഘ്യം കുറച്ചിട്ടാണ് ഓതിയത് എന്ന് കാണാൻ സാധിക്കും. സുമ്മൻ സറഫ്, പിന്നീട് അവിടുന്ന് നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടി പിരിഞ്ഞു. വഖദ് തജല്ലത്തി ശംസ്, സൂര്യൻ ഉദിച്ചിരുന്നു. അതായത് ആ മറ നീങ്ങുന്നതിനാണ് അത് പറയുന്നത്. ഗ്രഹണം ബാധിച്ച സൂര്യൻ അത് നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഫഖതബന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കൊരു ഖുതുബ നടത്തി. സലാത്തുൽ ഖുസൂഫിനും ഖുതുബയുണ്ട്. ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, ഹംദും സലാത്തു ഒക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. സുമ്മ ഖാൽ, പിന്നീട് ആ ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ 2 ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. അത് പറയാൻ ചില കാരണമുണ്ടായിരുന്നു. ആളുകളിൽ ചിലർ പറഞ്ഞു, ഈ ഗ്രഹണം സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമസ്ത്രീയിലുണ്ടായ മാരിയത്തുക്ക് ദ്വിതീയയിലുണ്ടായിരുന്ന മകനായ ഇബ്രാഹിം, ആ ഇബ്രാഹീമിന്റെ
ഇബ്രാഹിമിന്റെ വഫാത്ത് കാരണത്താലാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ അതുകൂടി ആ ഒരു ഇഷ്കാൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ തന്നെയാണ്. അതുകൊണ്ട് ആളുകൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനത്തിലോ മരണത്തിലോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമാക്കി കൊടുത്തു. അപ്പോൾ ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പുഴുക്കുത്തുകൾ അതിലേക്ക് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സമയത്തും വ്യക്തമായ ആളുകൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തിരുന്നു. മിണ്ടാതിരിക്കുക എന്നുള്ളത് ശരിയല്ല, വ്യക്തമാക്കി അവിടുന്ന് കൊടുത്തു. അങ്ങനെ ഉണ്ടായതല്ല എന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ആരെങ്കിലും ജനിച്ചതിന്റെ പേരിൽ സൂര്യന് ഗ്രഹണം ബാധിക്കുക, മരിച്ചതിന്റെ പേരിൽ അതിന് ഗ്രഹണം ബാധിക്കുക ഇല്ല, അത് സാധിക്കുകയില്ല. ഫഇദാ റഅയ്തും ദാലിക ഫദ്ഉല്ലാഹ്, അതുകൊണ്ട് അങ്ങനെ ഗ്രഹണം കണ്ടാൽ അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഫദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം. വകബ്ബിറു വസല്ലു വതസദ്ദഖു, നിങ്ങൾ തക്ബീർ ചൊല്ലണം, നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ സദഖകൾ കൊടുക്കണം. ഇതൊക്കെ ഈ ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഗ്രഹണ നിസ്കാരം നീങ്ങുന്നത് വരെ നമ്മൾ ഗ്രഹണം നിസ്കരിക്കണമെന്നാണ്. ഒരാൾ ഗ്രഹണം ആരംഭിക്കുന്ന സമയത്ത് ഉടനെ തന്നെ സലാത്തു ജാമിഅ, നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരാൾ മൈക്കിൽ വിളിച്ചു പറയും. അങ്ങനെയാണ് ഇത് വേണ്ടത്. അതല്ലാതെ നേരത്തെ കൂട്ടി ബോർഡിൽ എഴുതി വെക്കലല്ല, നാളെ ഗ്രഹണ നിസ്കാരം 7:30 ആരംഭിക്കും, അങ്ങനെയല്ല. ഗ്രഹണം എപ്പോഴാണോ നമ്മൾ കാണുന്നത് അപ്പോൾ മാത്രമാണ് അത് ആളുകളെ അറിയിക്കേണ്ടത്. നേരത്തെ കൂട്ടി കണക്ക് കൂട്ടി അങ്ങനെ തീരുമാനിച്ച് പറയേണ്ട ഒന്നല്ല. അത് ആളുകൾ ആ വിഷയത്തിൽ കാണിച്ച ഒരു തെറ്റായ കാര്യമാണ്. അങ്ങനെയല്ല അത് വേണ്ടത്. മറിച്ച് അത് പെട്ടെന്ന് അറിയുക എന്നുള്ളതാണ് വേണ്ടത്. ആളുകൾക്ക് ഭയമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വലിയ ദൃഷ്ടാന്തമായ സൂര്യനും ചന്ദ്രനും പോലും ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. അതിനുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തദ്ബീറിൽ, അവന്റെ നിയന്ത്രണത്തിൽ വഴങ്ങേണ്ടി വരികയാണ്. ഇത്രയും വലിയ പടപ്പുകളാണത്. അതിനുപോലും മങ്ങൽ സംഭവിച്ചിരിക്കുന്നു, ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ അത് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ അതിലേക്ക് ആ ഒരു ധൃതിയിൽ പുറപ്പെടുകയുമാണ് വേണ്ടത്. ആ സമയത്ത് പുറപ്പെടുകയുമാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ നിസ്കാരം ആരംഭിച്ചത് എപ്പോഴാണ് അത് തീരുന്നത് നമുക്കറിയില്ല. അതുവരെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഏകദേശം കണക്കനുസരിച്ച് വെളിച്ചമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നിർത്തി. പക്ഷേ ഗ്രഹണം മാറിയിട്ടില്ല എങ്കിൽ ആ ബാക്കി സമയത്ത് ദിക്റുകളും ദുആകളുമായി വർദ്ധിപ്പിക്കുക, സദഖകൾ കൊടുക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്നതായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ഗ്രഹണം ബാധിക്കാനുള്ള കാരണങ്ങൾ അത് മനുഷ്യന്റെ പ്രവർത്തികളാണ്, മനുഷ്യന്റെ തിന്മകളാണ്. അല്ലാഹു തആല താക്കീത് നൽകുകയാണ്, ഭയപ്പെടുത്തുകയാണ് എന്ന് നേരത്തെ ഹദീസിൽ നമ്മൾ വായിച്ചതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മത മുഹമ്മദ്, ഓ മുഹമ്മദിന്റെ ഉമ്മത്തെ, എന്റെ സമുദായമേ, വല്ലാഹി മാ മിൻ അഹദിൻ അഗ്യറു മിൻ അല്ലാഹ്, അല്ലാഹുവിനേക്കാൾ ഗീറത്തുള്ള ആത്മരോഷമുള്ള മറ്റൊരാളുമില്ല. മിൻ അൻ യസ്നിയ അബ്ദുഹു ഔ തസ്നി അമതുഹു, അല്ലാഹുവിന്റെ ഒരു അടിമ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഒരു അടിമ സ്ത്രീ, ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്, അവർ വ്യഭിചരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ അതിന് ആത്മരോഷമുള്ള മറ്റാരുമില്ല. കാരണം അല്ലാഹുവിന്റെ അടിമകളാണ്. ആ അടിമകൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആലയ്ക്ക് അങ്ങേയറ്റം ദേഷ്യമുണ്ടാകും, ഗീറത്തുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. യാ ഉമ്മത മുഹമ്മദ് വലൗ തഅലമുല്ലാഹി ലൗ തഅലമുന മാ അഅലമു ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ. അല്ലാഹുവാണ്, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നു, ധാരാളം കരയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ അറിയിക്കുകയാണ്. ഇപ്പൊ ഈ ഹദീസിന്റെ വിശദീകരണങ്ങൾ നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ടതിന്റെ അഹ്കാമുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്ത ഹദീസും കൂടി വായിക്കാം. അത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാൽ ഖസഫത്തി ശംസു ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ ഫസിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യന് ഗ്രഹണം ബാധിക്കുകയുണ്ടായി. ഫഖാമ ഫസിഅ, ഫസിഅ എന്ന് പറഞ്ഞാൽ ബേജാറായിക്കൊണ്ട്, പേടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പുറപ്പെടുന്നത്. ഗ്രഹണം കാണുന്ന സമയത്ത് അവിടുന്ന് പേടിക്കുകയാണ്. യഖ്ശാൻ തകൂന സാഅ, ഖിയാമത്ത് നാളിത സംഭവിക്കുകയാണോ എന്ന ബേജാറു പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. ഹത്താ അത്തൽ മസ്ജിദ് ഫഖാമ യുസല്ലി ബി അത്വലി ഖിയാമിൻ വറുകൂഇൻ വസുജൂദിൻ മാ റഅയ്തുഹു യഫ്അലുഹു ഫി സലാത്തിൻ ഖത്തു. അതിന്റെ രൂപമാണ് പറഞ്ഞത്. അവിടെ മസ്ജിദിലേക്ക് എത്തി വളരെ ദൈർഘ്യമായി നിന്ന് നിസ്കരിച്ചു, റുകൂഉം സുജൂദും അങ്ങനെയൊക്കെ ദൈർഘ്യത്തോടുകൂടി നിസ്കരിച്ചു. അതുപോലെ ഒരു നിസ്കാരം ഞാൻ കണ്ടിട്ടേയില്ല എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു.
ثم قال പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഹാദിഹിൽ ആയാത്ത് അല്ലതി യുർസിലുഹു അല്ലാഹു തആല ലാ തകൂനു ലിമൗതി അഹദിൻ വലാ ലിഹയാതി. തീർച്ചയായും ഈ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു അയക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ അത് ഒരാളുടെ ജനനത്തിനോ ഒരാളുടെ മരണത്തിനോ കാരണമായി സംഭവിക്കുകയില്ല. വലാകിന്ന അല്ലാഹു യുർസിലുഹാ യുഖവിഫു ബിഹാ ഇബാദ. പക്ഷെ അല്ലാഹു അതിനെ പറഞ്ഞയക്കുന്നത് അവന്റെ അടിമകളെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി. ഇതിനെല്ലാം പൂർണ്ണമായ അന്ത്യം സംഭവിക്കുന്ന ഒരു ഖിയാമത്ത് നാൾ വരാനുണ്ട്. അത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയുകയില്ല, അത് പൊടുന്നങ്ങനെ ഉണ്ടാകുന്നതാണ്. അതിനു മുമ്പായി നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹുവിന്റെ താക്കീതാണ്. ഫഇദാ റഅയ്തും മിൻഹാ ശൈഅൻ ഫഫ്സഉ ഇലാ ദിക്രില്ലാഹി വദുആഇഹി വസ്തിഗ്ഫാരിഹി. നേരത്തെ പറഞ്ഞ കാര്യം, അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് പേടിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങണം, ദുആയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും മടങ്ങണം എന്നാണ് ഈ ഹദീസിലുള്ളത്. ഇതിനുശേഷം സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച അടുത്ത അധ്യായം അത് ബാബു സലാത്തിൽ ഇസ്തിസ്ഖാ ഇംദത്തുൽ അഹ്കാമിൽ അടുത്തതായി നമുക്ക് മനസ്സിലാക്കേണ്ട അധ്യായം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. മഴ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ധാരാളം നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. അല്ലെ, നമുക്കുള്ള ഇവിടെയുള്ള ജീവൻ നിലനിൽക്കുന്നത് അള്ളാഹു മഴയാണതിന് സബബാക്കിയിട്ടുള്ളത്. ആകാശത്തുനിന്നും അള്ളാഹു താല മഴ പെയ്യിപ്പിക്കുന്നു. അതിലൂടെയാണ് സസ്യങ്ങളും അതുപോലെ മൃഗങ്ങളും അതുപോലെ മനുഷ്യരുമെല്ലാം ജീവിക്കുന്നത്. അത് മുഖേന മാത്രമാണ്. വെള്ളമില്ലെങ്കിൽ സസ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, വെള്ളമില്ലെങ്കിൽ മൃഗങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, ഇവ രണ്ടുമില്ലെങ്കിൽ മനുഷ്യനും ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹു തആല മനുഷ്യന്റെയും മറ്റു മൃഗങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനായി അള്ളാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള അവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മഴ എന്ന് പറയുന്നത്. എന്നാൽ ഈ മഴ ചില സമയത്ത് അള്ളാഹു തആല പല കാരണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചില സ്ഥലങ്ങളിൽ ചില ദേശത്ത് തടയുന്നതാണ്. ഈ തടയുന്നതിന്റെ കാരണം കേവലം ഭൗതികമായ കാരണങ്ങൾ മാത്രം അന്വേഷിച്ചാൽ പോരാ. ആളുകൾ അതായിരിക്കും സ്ഥിരമായി അന്വേഷിക്കുക. മഴ ഇത്തവണ വരാതിരിക്കാനുള്ള കാരണം അത് ഇന്ന പ്രതിഭാസങ്ങൾ കടലിൽ സംഭവിച്ചത് കൊണ്ടാണ്, അറേബ്യക്കടലിൽ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇത്തവണ മഴ വൈകുന്നതായിരിക്കും, ഇത്തവണ മഴ ഇല്ലാത്തതിന്റെ കാരണം ഇന്നതാണ് എന്നൊക്കെ ആളുകൾ ഭൗതികന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഭൗതികതയിൽ അത് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് അജ്ഞരായിരിക്കുക എന്നുള്ളത് അവർക്ക് യോജിച്ചിട്ടുള്ള കാര്യമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് മഴയെ തടയുന്നത് എന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, മിഫ്താഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. ഗൈബിന്റെ അദൃശ്യത്തിന്റെ താക്കോൽ അത് 5 എണ്ണമാകുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ അതറിയുകയില്ല എന്ന് തുടങ്ങുന്ന ഹദീസിൽ മഴ പെയ്യുന്ന കാര്യം അത് അല്ലാഹു തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. പിന്നീട് എന്തുകൊണ്ട് മഴ തടയപ്പെടുന്നു എന്നുള്ള കാര്യം അവിടുന്ന് അറിയിക്കുകയാണ്. മറ്റു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അറിയിക്കുകയാണ്, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളെ, ഖംസുൻ ഇദുബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികഹുന്ന. 5 കാര്യങ്ങൾ, ആ 5 കാര്യം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ കാര്യം പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുണ്ടാകുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുകയാണ്. ആ 5 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിന്റെ ഗൗരവം കാരണത്താൽ അള്ളാഹുവിൽ നിന്നും അത് നമ്മെ ബാധിക്കുന്നതിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. സമൂഹത്തിൽ അശ്ലീലതകൾ, തോന്നിവാസങ്ങൾ ഇത് വ്യാപകമായി പരസ്യമായി പോലും ആളുകൾ ചെയ്യാൻ അത് ഒരുമ്പെടുന്ന സമയത്ത് പ്ലേഗ് പോലെയുള്ള വിവിധ രൂപത്തിലുള്ള രോഗങ്ങൾ കൊണ്ട്, മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ആളുകൾ പരീക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അത് നമ്മളേറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുൻപില്ലാത്ത പല രോഗങ്ങളും ഇന്ന് ദുനിയാവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുൻപ് കാലത്ത് ആളുകൾക്ക് അറിയാത്ത വേദനകൾ ആളുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീന. ആളുകൾ അളവിലും തൂക്കത്തിലും അവർ അതിൽ കുറവ് വരുത്തുന്നില്ല, ഇല്ലാ ഉഖിദു ബിസ്സിനീൻ. അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷാമം ഏർപ്പെടുത്താതെ, നാട്ടിലെ കച്ചവടക്കാരും
ക്രയവിക്രയങ്ങൾ നടത്തുന്നതൊക്കെ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമങ്ങൾ നടത്തുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ ക്ഷാമവും വരൾച്ചയും ഒക്കെ ഉണ്ടാക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണാധികാരികളുടെ അക്രമം അവർക്ക് മേലെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വശിദ്ദത്തിൽ മഊനതി വജൗരി സുൽത്താനി അലൈഹിം. അളവിലും തൂക്കത്തിലൊക്കെ ആളുകൾ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ ക്ഷാമം വരുന്ന കാര്യമാണ്. അതുപോലെ ജീവിത ചെലവുകൾ അവർക്ക് കൂടുന്നതായിരിക്കും. വലിയ ചെലവുകളും ജീവിത ചെലവുകൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഭരണാധികാരികളുടെ അക്രമം ഉണ്ടായിരിക്കുന്നതായി. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അത് പല രൂപത്തിലാണ് ആളുകൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത്. പഴയ പോലെ തുലാസിൽ മാത്രമല്ല, പല രൂപത്തിൽ വഞ്ചനകൾ കച്ചവടത്തിൽ നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാ വലൗലൽ ബഹായിമു ലം യുംതറു. അവർ സകാത്ത് കൃത്യമായി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഇതാ ആകാശത്തു നിന്നും മഴ പെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി അത് നിർത്തിയിരിക്കും. വലൗലൽ ബഹായിമു ലം യുംതറു. ഇവിടെ മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ തീരെ മഴ പെയ്യില്ലായിരുന്നു. മൃഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇത്രയൊക്കെ അക്രമങ്ങൾ ചെയ്തിട്ടും മഴ അല്പമെങ്കിലും ലഭിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ അജ്ദബത്തിൽ അർളു ഖാലത്തിൽ ബഹായിം. ഇങ്ങനെ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് മൃഗങ്ങൾ പറയുമെന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ഉദ്ധരിക്കുന്നത്. ഒരു വേള അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ ഇസ്രായേലിയാത്തുനിന്നോ കിട്ടിയതായിരിക്കാം. മൃഗങ്ങൾ ഇപ്രകാരം പറയുമെന്നാണ്, ഹാദാ മിൻ അജ്ലി ഉസാതി ബനി ആദം. ഇത് മനുഷ്യരിലെ പാപികൾ കാരണത്താൽ ഉണ്ടാകുന്നതാണ്. ലഅനല്ലാഹു ഉസാത ബനി ആദം. മനുഷ്യരിലെ പാപികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ഇവിടെയുള്ള മൃഗങ്ങൾ പറയുമെന്നാണ്. ഒരു നാട്ടിൽ വെള്ളവും കിട്ടുന്നില്ല, ഒരു നാട്ടിൽ വരൾച്ചയായി തുടരുന്ന സമയത്ത് മൃഗങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കാരണം മൃഗങ്ങൾ തെറ്റുകൾ ചെയ്യുന്നവരല്ല, അവർക്ക് തിന്മകൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മൃഗങ്ങൾക്കറിയാം ഇതിന്റെ ആവശ്യം മനുഷ്യരാണ് ഇവിടെ തിന്മകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വരൾച്ച ഉണ്ടാകുന്നതിന്റെ കാരണം, മഴ ഉണ്ടാകുന്നതിന്റെ കാരണം മനുഷ്യരുടെ തിന്മകളാണ് എന്ന് മൃഗങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ശപിക്കുകയാണ് എന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ. ഭൂമിയിലുള്ള ഗ്രാമവാസികളായ മനുഷ്യരായ നാടുകളിലുള്ള ആളുകൾ അവർ വിശ്വസിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്താൽ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇതാണ് തഖ്വ. ഇത് ചെയ്താൽ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്നും നാം അവർക്ക് ബറക്കത്തുകൾ ഇറക്കി കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇല്ലാതായി പോയാൽ, ഈമാൻ ഇല്ലാതായി പോയാൽ, തഖ്വ ഇല്ലാതായി പോയാൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും നമ്മെ തടയും എന്നാണ് അതിന്റെ സാരം. എൻ സഹോദരങ്ങളെ, ഈ അധ്യായത്തിൽ വന്ന 2 ഹദീസുകളും അതുപോലെ ഈ നിസ്കാരത്തിന്റെ അഹ്കാം, ഈ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് വായിച്ചു മനസ്സിലാക്കാം. ബാബു സലാത്തുൽ ഇസ്തിസ്ഖാ. ഇസ്തിസ്ഖാന്റെ നിസ്കാരത്തിന്റെ അധ്യായം എന്നാണ്. എന്താണ് ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ ത്വലബു സുഖിയ എന്നാണ് അർത്ഥം. സുഖി എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം, അത് നമ്മൾ ആവശ്യപ്പെടലാണ്. വെള്ളത്തെ ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വലബുൽ മത്തർ, മഴ ആവശ്യപ്പെടുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാക്ക് പറയാൻ കാരണം പലപ്പോഴും പല ആളുകൾക്കും, ഒരുപക്ഷെ ദീന് നന്നായി പാലിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ഒരുപക്ഷെ ദീനിലെ ചില കാര്യങ്ങളുടെ വാക്കുകളൊന്നും കിട്ടാറില്ല. അത് ശരിക്കും അവരത് ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ പറയുന്നതൊക്കെ വളരെ തെറ്റായിരിക്കും. പക്ഷെ അതേ ആളുകൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നത് തെറ്റുന്നതൊക്കെ വളരെയധികം ജാള്യതയോടുകൂടി കാണുകയും അത് ശരിയാക്കുകയൊക്കെ ചെയ്യും. നമ്മളതുപോലെ നമ്മളെ ദീനിന്റെ ഇതേപോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട സാങ്കേതികമായ പദങ്ങൾ, ഇതൊക്കെ നമ്മൾ ശരിക്ക് വായിച്ച് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുകൂടിയൊക്കെ മനസ്സിലാക്കണം. ബാബു സലാത്തുൽ ഇസ്തിസ്ഖാ. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ ത്വലബു സുഖിയ. അലിഫ് സീൻ ത എന്ന് അറബി ഭാഷയിൽ ഇത്തരം നാമങ്ങൾക്ക് മുമ്പിൽ കണ്ടാൽ അത് തേട്ടം എന്നാണ് അർത്ഥം. നമ്മൾ ഇസ്തിഗാസ എന്ന് കേട്ടിട്ടുണ്ട്. ഗൗസ് തേടുക, ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായം തേടുക എന്നാണ് അർത്ഥം. ഇസ്തിആന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഔൻ എന്ന് പറഞ്ഞാൽ സഹായമാണ്, സഹായം തേടുക എന്നാണ് അതുകൊണ്ട് അർത്ഥം. ഇസ്തിഗാസ, ഇസ്തിആന, ഇസ്തിആദ, ഇതൊക്കെ രക്ഷ തേടുക, സഹായം തേടുക, അതിനൊക്കെ തേടുക എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ തേടുക എന്നാണ് അർത്ഥം. അപ്പൊ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. സലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടത്തിന്റെ നിസ്കാരം, ആ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന നിസ്കാരം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ഹദീസുകളാണ് ഉംദത്തുൽ അഹ്കാമിൽ കൊടുത്തിട്ടുള്ളത്. ഇതല്ലാത്ത ഹദീസുകൾ മറ്റു ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലധികം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇസ്തിസ്ഖ എന്ന് പറയുന്ന മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 3 രൂപത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ്. 3 രൂപത്തിലാണ് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം നമ്മൾ നടത്തേണ്ടത്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം അത് ഗ്രൗണ്ടിൽ നിർവഹിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതെല്ലായിടത്തും എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ദുആ ചെയ്യേണ്ട കാര്യമുണ്ട്. സുജൂദിൽ നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ തശഹുദ് കഴിഞ്ഞ അവസാനത്തിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലൊക്കെ നമ്മൾ ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഗിസ്ന. ഏറ്റവും ചെറിയ പ്രാർത്ഥന നമ്മൾ പഠിക്കുക, അല്ലാഹുമ്മ അഗിസ്ന. ഈ ഹദീസ് അത് വരുന്നുണ്ട്, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുവേ മഴ നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഗൈസ് എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് അർത്ഥം. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുവേ മഴ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കലാണ്. പിന്നെ അതറിയാത്ത ആൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ മഴ നൽകണമേ. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് റബ്ബിന്റെ അസ്മാകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റം വിനയാന്യതനായി ഇതിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് വേണം. നമ്മൾ ഈ വെള്ളം ഇല്ലാതായിപ്പോയുള്ള അവസ്ഥ ആദ്യം നമ്മൾ ചിന്തിക്കണം. ഈ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം അതാണ്. ഈ വെള്ളം എന്ന് പറയുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ വെള്ളം ഇപ്പൊ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രയാസം നമുക്ക് തോന്നുകയില്ല. ഈ വെള്ളം നന്നായി വറ്റിപ്പോയാൽ തീരെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് എത്രമാത്രം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടുമെന്ന് ചിന്തിക്കുക. കുടിക്കാൻ ഉണ്ട് എന്ന് കരുതുക, ബാക്കിയുള്ള കാര്യത്തിൽ തന്നെ നമ്മൾ അങ്ങേറ്റം പ്രയാസമായിരിക്കും. ഇനി കുടിക്കാനും കൂടി ഇല്ലെങ്കിൽ എന്തുമാത്രം പ്രയാസമായിരിക്കും അത് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ ജൂണിൽ മഴ പെയ്യും, ജൂലൈയിൽ മഴ പെയ്യും എന്നൊക്കെ പറയും. അതും അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നടക്കുകയില്ല, അത് പെയ്യാതിരുന്നേക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് റബ്ബെ മഴ നൽകണം, ഒരു വേനൽ മഴയെങ്കിൽ നൽകണം. ഇതില്ല എങ്കിൽ അങ്ങേയറ്റം പ്രയാസത്തിലാണ്, പരീക്ഷണത്തിലാണ് എന്ന കാര്യമാണ് ഏറ്റവും ഇതിന്റെ മർമ്മം അതാണ്. ഈ നിസ്കാരത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ആവശ്യക്കാരായി വിനയാന്യതരായി ഇതിനു വേണ്ടി തേടുന്നു എന്നുള്ളതാണ് ഇതിന്റെ മർമ്മം. ഏതൊരു ദുആയുടെയും മർമ്മം അതാണ്. നമ്മളൊരു ഫോർമാലിറ്റിക്ക് ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ മര്യാദയിൽപ്പെട്ടതാണ്. ഈ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ പുതിയ വസ്ത്രവും ധരിച്ചിട്ടല്ല പോകേണ്ടത്, മനസ്സിലാക്കുക. പെരുന്നാൾ നിസ്കാരത്തിന് പെരുന്നാൾ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പോലെ പുതിയ വസ്ത്രവും ധരിച്ചിട്ടല്ല പോകണം, വൃത്തിയിൽ പോകണം. അത് ഇതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. വൃത്തിയിൽ പോകുക, കുളിച്ചിട്ട് പോവുക പോലെയുള്ള വൃത്തി ഉണ്ടാവുക എന്നുള്ളത് ഇതിന്റെ ഏതൊരു കാര്യത്തിലുള്ള മര്യാദയിൽപ്പെട്ടതാണ്. പക്ഷെ സുഗന്ധം പോലും ഉപയോഗിക്കുന്നത് കറാഹത്താണ്, അത് വേണ്ടതില്ല എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. കാരണം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട രൂപം എന്ന് പറയുന്നത് അങ്ങേയറ്റം വിനയാന്യതനായിക്കൊണ്ടാണ്, ഫഖീറായിക്കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ആവശ്യക്കാരനാണെന്ന് തോന്നുന്ന രൂപത്തിലേക്കാണ് നമ്മൾ പോയി പ്രാർത്ഥിക്കണം. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമുക്ക് വെള്ളം എന്ന് പറയുന്ന അങ്ങേയറ്റം ആവശ്യമാണ്. ഇത് പൂർണ്ണമായി നിലച്ചുപോയാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഒന്ന് സ്വന്തമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ജുമുഅ ഖുതുബകളിൽ മിമ്പറിൽ വെച്ച് ദുആ ചെയ്യും. ഹദീസിൽ കാണാം, നമുക്ക് വന്ന 2 ഹദീസിൽ ഒന്നതാണ്. ജുമുഅ ഖുതുബകളിൽ മിമ്പറിൽ വെച്ച് ഖത്തീബ് ദുആ ചെയ്യും. മിമ്പറിൽ ഖത്തീബ് ദുആ ചെയ്യുമ്പോൾ പൊതുവെ ഖത്തീബോ മഅ്മൂമിങ്ങളോ കൈ ഉയർത്താൻ പാടില്ല. പല മഅ്മൂമിങ്ങളും പറ്റുന്ന ഒരു തെറ്റാണത്. അവർ ചിലപ്പോൾ ഇമാം ഖുത്ബ കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൈ ഉയർത്തി ദുആ ചെയ്യും. അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. സഹാബികൾ തന്നെ അത് എതിർത്തിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ലൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടത്തിൽ ഒഴികെ. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടത്തിൽ കൈ ഉയർത്തി ഇമാം പ്രാർത്ഥിച്ചാൽ മഅ്മൂമിങ്ങൾക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇമാം കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ മഅ്മൂമിങ്ങൾക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അതല്ലാത്ത സമയത്ത് ഇമാമിന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ചൂണ്ടുവിരൽ അത് ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തുക എന്നത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യമാണ്, നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പെരുന്നാൾ നിസ്കാരം പോലെയുള്ള ഗ്രൗണ്ടുകളിലേക്ക് പുറപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിനായിട്ടുള്ള നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ 3 രൂപത്തിൽ നമ്മൾ മഴയ്ക്ക് വേണ്ടി തേടണം. ഒന്ന്, ഓരോരുത്തരും അവനവന്റെ നിസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ തേടണം. 2, ഖത്തീബ് മെമ്പറിൽ ചെയ്യേണ്ട കാര്യമാണത്, അപ്പോൾ നമുക്ക് ദുആ ചെയ്യാം. 3, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിസ്കാരം. അപ്പോൾ ഈ പ്രത്യേകമായുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് കൂടുതൽ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഹദീസിലുള്ളത് അൻ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു ആസിം അൽ-മാസിനി, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു ആസിം അൽ-മാസിനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാൽ ഖറജ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തസ്ഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി തേടിക്കൊണ്ട് പുറപ്പെട്ടു.
ഫതവജ്ജഹ ഇലൽ ഖിബ്ലതി യദ്ഉ, അവിടുന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്തു. വഹവ്വല റിദാഅഹു, അവിടുത്തെ തട്ടം അത് തിരിച്ചു വെച്ചു. തുമ്മ സ്വല്ല റകഅതൈനി, പിന്നീട് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ജഹറ ഫീഹിമാ ബിൽ ഖിറാഅ, അതിൽ ഖിറാഅത്ത് ഉച്ചത്തിലാണ്, പാരായണം ഉച്ചത്തിലാണ് നടത്തിയത് എന്ന് പറഞ്ഞു. വഫി ലഫ്ദിൻ അത്തൽ മുസല്ല, മുസല്ലയിലേക്ക് എത്തി എന്നാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് മസ്ജിദിൽ നിന്നും ഇത്തരം മുസല്ലകളിലേക്ക് പുറപ്പെടുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഇനി ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ മസ്ജിദിൽ തന്നെ നിസ്കരിക്കാവുന്നതാണ്. മസ്ജിദിൽ നിസ്കരിക്കുക എന്നുള്ളത് എന്തല്ല, തെറ്റായ ഒരു കാര്യമല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. ഏതുപോലെ? ഈദ് നിസ്കാരത്തിൻ്റെതുപോലെ. ഈദ് നിസ്കാരം ഒരാൾ മസ്ജിദിൽ വെച്ച് നടത്തുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമല്ല. അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ഒരാൾക്ക് അതിന് സൗകര്യം ആ നാട്ടിലില്ല എങ്കിൽ അവർക്ക് മസ്ജിദിൽ തന്നെ വെച്ച് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് എന്നാണ്. അത് ഈ ഹദീസിൽ നിന്നും വ്യക്തമാകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഹദീസ് കൂടി വായിച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ പൂർണ്ണമായ അഹ്കാമുകളിലേക്ക് വരാം. രണ്ടാമത്തെ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഇത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്ന റജുലൻ ദഖലൽ മസ്ജിദ യൗമൽ ജുമുഅത്തി മിൻ ബാബിൻ കാന നഹ്വ ദാരിൽ ഖള. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ യഖ്തുബ്, ഒരു വ്യക്തി മസ്ജിദിലേക്ക് വരികയാണ്, മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. അദ്ദേഹം ആ മസ്ജിദിലേക്ക് പ്രവേശിച്ചത് മിൻ ബാബിൻ കാന നഹ്വ ദാരിൽ ഖള. ദാറുൽ ഖള എന്ന് പറയുന്ന ഒരു വീടുണ്ട്, ആ വീടിന്റെ ദിശയിൽ നിന്നാണ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ദാറുൽ ഖള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീടുണ്ടായ കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വീടായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കടം തീർക്കുന്നതിന് വേണ്ടി ആ വീട് വിറ്റിട്ടാണ് അദ്ദേഹത്തിന്റെ കടം തീർത്തത് എന്നാണ്. അതുകൊണ്ടാണ് ദാറുൽ ഖള എന്ന് പറയുന്നത്. ഖള വീട്ടിയതാണ്, കടം വീട്ടിയതാണ്, അതിനുവേണ്ടി വിറ്റ വീടാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അത് പിന്നീടുണ്ടായതാണ്. പക്ഷേ ഈ ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്ന സമയത്ത് പിന്നീടാണ് അദ്ദേഹം ഈ ഹദീസ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഏത് ഭാഗത്തു നിന്നാണെന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ്. ഈ ഭാഗത്തു നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ മസ്ജിദുൻ നബവിയിലേക്ക് കയറി വന്നു, ഇന്ന് ഏത് ഭാഗത്താണ് എന്നറിയില്ല, അല്ലാഹു അലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ യഖ്തുബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്തഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലകത്തിൽ അംവാൽ, അല്ലാഹുവിന്റെ റസൂലെ സമ്പത്തൊക്കെ നശിച്ചിരിക്കുന്നു. വൻഖതഅത്തിസ് സുബുൽ, ഇതാ വഴികളൊക്കെ അടഞ്ഞിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല, കച്ചവടവും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല, ആകെ ദാരിദ്ര്യത്തിലാണ്. ഫദ്ഉല്ലാഹ യുഗീസുന, അല്ലാഹുവിനോട് ദുആ ചെയ്യണം, മഴ നൽകുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്ന് ആര് പറയുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി പറയുകയാണ്. ഒരിക്കലും ഒരു സഹാബിയും അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ മഴ പെയ്യിപ്പിച്ചു തരണം എന്ന് പറയുന്നത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി അടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് മഴ പെയ്യിപ്പിച്ചു തരണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുകയില്ല. ഫദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഫദ്ഉല്ലാഹ യുഗീസുന, ഞങ്ങൾക്ക് മഴ നൽകുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയെ എന്ന് പറഞ്ഞു. ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ കൈകൾ രണ്ടും ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി. സുമ്മ ഖാൽ അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, 3 പ്രാവശ്യം പറഞ്ഞു. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണമേ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് 3 പ്രാവശ്യം അവിടുന്ന് ആവർത്തിച്ചു. ഖാല അനസും ഫലാ വല്ലാഹി, അല്ലാഹുവാണ്, മാ നറാ ഫിസ് സമാഇ മിൻ സഹാബിൻ വലാ ഖസ്അ, ആകാശത്ത് മേഘത്തിന്റെ ഒരു ലാഞ്ചന പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ മഴ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അറിയാലോ, കാർമേഘങ്ങൾ ഉണ്ടാകും, ആകാശം ഒന്ന് കറുക്കും. അങ്ങനെ മഴയുടെ ഏകദേശം ഒരു ലക്ഷണം കാണുമ്പോഴാണ് നമ്മൾ പറയാറുള്ളത് ഇപ്പൊ മഴ പെയ്യും. അങ്ങനെ ഒരു ലാഞ്ചന, അതിന്റെ ഒരു അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം ആകാശത്തില്ല. വമാ ബൈനനാ വബൈന സൽഇൻ മിൻ ബൈത്തിൻ വലാ ദാർ, ഞങ്ങൾക്കും സൽ എന്ന പർവ്വതത്തിന്റെ ഇടയിലും ഒന്നുമില്ല. അതായത് അത്രയും ദൂരം, വലിയ ദൂരത്തിലേക്ക് അദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ ആണുള്ളത്. ഒന്നും അവിടെ ഒരു മേഘമോ ഒരു കാര്യം, മഴയുടെ ഒരു അടയാളം അവിടെ എവിടെയുമില്ല. ഖാല ഫതലഅത് മിൻ വറാഇഹി സഹാബത്തുൻ മിസ്ലു തുർസ്, പിന്നീട് അത് തുർസ് എന്ന് പറഞ്ഞാൽ പടച്ചട്ട, അതുപോലെയുള്ള ചെറിയൊരു മേഘം ആ മലയുടെ അപ്പുറത്ത് നിന്നും ഇങ്ങനെ പതിയെ വരികയാണ്. ഇത് സഹാബത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലാത്ത അങ്ങേയറ്റം വെയിലത്ത്, ചൂടുകൊണ്ട് മഴയില്ല, വരൾച്ചയുള്ള ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു.
ഇങ്ങനെ മേഘം പതിയെ പതിയെ ഇങ്ങനെ വരികയാണ്. പിന്നീട് ആകാശത്തിന്റെ മധ്യത്തിലേക്ക് എത്തിയപ്പോൾ ഈ ചെറിയ മേഘം അത് വലുതായി പിന്നീട് മഴ പെയ്തു. ഇത് വലിയ ദൃഷ്ടാന്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്താണ്. സഹാബികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൊടുംചൂടിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ തന്നെ അത് മഴ ഇങ്ങനെ മേഘം ഇങ്ങനെ ഉണ്ടായി, മേഘം വലുതായി മഴ പെയ്ത് തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഒരാൾക്ക് വിശ്വസിക്കാൻ ഇതിനേക്കാളും വലിയ തെളിവിന് ആവശ്യമില്ല. കാരണം ഈ ഹദീസ് ഇത് വിശ്വസ്തരായ ആളുകൾ നമുക്ക് റിവായത്ത് ചെയ്ത് എത്തിച്ചു തന്നിരിക്കുകയാണ്. ഇതിനേക്കാളും വിശ്വസ്തമായ ഒരു ഖബറും ലോകത്തില്ല. ഒരാൾക്ക് സ്വഹീഹായ ഒരു ഹദീസ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു കാഫിറിന്റെ കാര്യമാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കും. അയാൾക്കൊരു സ്വഹീഹായ ഹദീസ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ലോകത്ത് ഒരു കാര്യം അവൻ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതിനോളം വിശ്വസ്തയോടുകൂടി റിവായത്ത് ചെയ്യപ്പെട്ട, റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു വാർത്തയും ലോകത്തില്ല. 1900 നടന്ന കാര്യങ്ങൾ പോലും അത് സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത് കേവലം ഇന്നയാൾ പറഞ്ഞു, ഇന്നയാൾ ബുക്കിൽ എഴുതി എന്ന് ഏതോ വ്യക്തി എപ്പോഴോ എഴുതി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആൾ വിശ്വസിച്ചു പോകുന്നത്. ഇതാകട്ടെ കൃത്യമായ വിശ്വസ്തരായ സ്വഹാബികൾ ഒരിക്കൽ പോലും കളവ് പറയാത്ത, കളവ് പറയുന്നതായ ഒരു ലക്ഷണവുമില്ലാത്ത, മറവിക്ക് ഒരു കുറവും സംഭവിക്കാത്തതായ മനുഷ്യരായ ആളുകൾ കേട്ട് കേട്ട് നമുക്ക് നൽകിയിട്ടുള്ള വിവരണമാണിത്. അവർ കണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹു തആല ഉടൻ ഉത്തരം നൽകുന്നു. മുഅ്ജിസത്താണത്. അത് ഉടനെ തന്നെ മഴ പെയ്യുന്നത് കാണുകയാണ്. പിന്നീട് സഹാബി പറയുകയാണ്, ഫലാ വല്ലാഹ് മാ റഅയ്ന അശംസ സബ്ത. ശനിയാഴ്ച വരെ ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല. ഇത് വെള്ളിയാഴ്ചയാണ് സംഭവിക്കുന്നത്. ഒരാഴ്ച തന്നെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരാഴ്ച മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സുമ്മ ദഖല റജുലുൻ മിൻ ദാലികൽ ബാബി ഫിൽ ജുമുഅത്തിൽ മുഖ്ബില. പിന്നീട് അടുത്ത വെള്ളിയാഴ്ച ഈ വ്യക്തി, ഒരു റജുൽ, അത് ആരാണ് എന്ന് പിന്നീട് ചോദിക്കുന്നുണ്ട്. അത് അതേ ആളാണോ അതല്ല മറ്റൊരാളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എനിക്കറിയില്ല, അതേ ആളാണോ എന്നറിയില്ല. ഒരു വ്യക്തി, ചിലപ്പോൾ അയാളായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കാം. അയാൾ വന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ യഖ്തുബുൻ നാസ്. അതേ അവസ്ഥയിലാണ് റസൂൽ ഉള്ളത്, ജുമുഅക്ക് ഖുതുബ പറഞ്ഞിരിക്കുകയാണ്. ഫസ്തഖ്ബലഹു ഖായിമൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലകത്തിൽ അംവാൽ വൻഖതഅത്തിസ് സുബുൽ. ഇപ്രാവശ്യം അദ്ദേഹം പറഞ്ഞത് മഴ കൂടിയതിന്റെ കാരണത്താലാണ്. മഴ കൂടി വെള്ളപ്പൊക്കമുണ്ടായി, സമ്പത്തൊക്കെ നശിച്ചു, വഴിയൊക്കെ അത് പൂട്ടിപ്പോയി. ഫദ്ഉല്ലാഹ അൻ യുംസികഹ അന്നാ. അല്ലാഹു ഞങ്ങളിൽ നിന്നും അതിനെ പിടിച്ചു വെക്കാൻ അല്ലാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കണം. ഫദ്ഉല്ലാഹ അൻ യുംസികഹ അന്നാ, ഞങ്ങളിൽ നിന്നും അതിനെ പിടിച്ചു വെക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഫറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി അശ്ശജർ. മഴ അധികരിച്ചാലുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റുഭാഗങ്ങളിലാക്കണമേ, ഞങ്ങളിലേക്ക് ആക്കരുത്. ഞങ്ങൾക്ക് ചുറ്റുഭാഗങ്ങളിലേക്ക്, മഴ ഇല്ലാത്ത മറ്റു ഭാഗങ്ങളിലേക്ക് ഇതിനെ പെയ്യിപ്പിക്കണം. ഞങ്ങളിലേക്ക് ആ മഴ ഇനി വേണ്ടതില്ല എന്ന് അള്ളാഹുവിനോട് തേടുകയാണ്. എവിടെയൊക്കെയാണ് പെയ്യിപ്പിക്കേണ്ട? അള്ളാഹുവെ ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ, മരത്തിന്റെ വേരുകളിൽ, വാദികളിൽ, താഴ്വരകളിൽ അള്ളാഹുവെ ഇതിനെ പെയ്യിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുകയാണ്, ഉടനെ തന്നെ മഴ നിലച്ചു. ഞങ്ങൾ പിന്നെ നല്ല സൂര്യൻ, ജുമാ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അതിലാണ് ഞങ്ങൾ മഴ പെയ്യുന്നത്. ചില റിവായത്തിൽ കാണാൻ സാധിക്കും, മദീന ഒരു പാത്രം കമിഴ്ത്തി വെച്ചതുപോലെയായി. ഒരു കിണ്ണം ഇങ്ങനെ കമിഴ്ത്തി വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക? പിന്നീട് ചുറ്റും വെള്ളമൊക്കെ അതിന്റെ പുറത്തേക്കാണ് പോകുക. മദീനക്ക് ചുറ്റും മാത്രമേ മഴയുള്ളൂ. മദീനയിൽ നിന്നും പുറത്തുനിന്നും മദീനയിലേക്ക് വരുന്ന ആളുകൾ മഴയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മദീനയിൽ നേരത്തെ പ്രയാസമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എവിടെയും മഴയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ സംഭവിച്ച ഉടനെ തന്നെ ആ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുറ്റുഭാഗത്തേക്ക് മാറ്റി. ഇത് മുഅ്ജിസത്താണ്. അവിടെ പ്രാർത്ഥിക്കുന്നു, ഉടനെ തന്നെ ഉത്തരം ലഭിക്കുന്നു. പിന്നീട് 2 ദിവസമായിട്ടില്ല, ഉടനെ തന്നെ സ്വഹാബികൾ കാണുകയാണ്. സഹോദരങ്ങൾ, ഈ 2 ഹദീസുകളാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒന്നാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി നിസ്കാരത്തിന് പുറപ്പെട്ടു പോകുന്നതാണ് കണ്ടതെങ്കിൽ, രണ്ടാമത്തെ ഹദീസിൽ അവിടുന്ന് മിമ്പറിൽ നിന്നും പ്രാർത്ഥിച്ചതാണ് കാണുന്നത്. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മിമ്പറിൽ നിന്നും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇമാമുമാർ പ്രാർത്ഥിക്കും. അത് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, എത്ര പ്രാവശ്യം നിസ്കരിക്കണം? പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് ഉത്തരം കിട്ടുന്നത് വരെ ചെയ്യാമെന്നാണ്. ഉത്തരം കിട്ടുന്നത് വരെ ചെയ്യാം. ഇപ്പം നമ്മൾ നാളെ നിസ്കരിച്ചാൽ ഉടനെ തന്നെ മറ്റന്നാൾ മഴ പെയ്തു കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഉടനെ തന്നെ പെയ്തു കൊള്ളണമെന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇത് നടത്താവുന്നതാണ്.
മസ്ജിദുകളിൽ നടത്താവുന്നതാണ്. ദുആകൾ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാവുന്നതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇനി ഹദീസിലുള്ള ഫായിദ സഹോദരങ്ങൾ, ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദറാഅതു ഇലല്ലാഹ് واللجوء إليه وإظهار العبودية والمسكنة والانكسار للمولى سبحانه وتعالى. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ വിശദീകരണമാണ്. നമ്മൾ അള്ളാഹുലേക്ക് വിനയാന്വിതനായി ആവശ്യക്കാരനായി നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ഹൃദയം പൊട്ടിത്തകർന്ന അവസ്ഥയിലേക്ക് റബ്ബിലേക്ക് മടങ്ങണം. ഇത് നമുക്ക് അത്ര അങ്ങേറ്റം ആവശ്യക്കാരാണ് എന്ന രൂപത്തിൽ നമ്മൾ റബ്ബിനോട് ചോദിക്കണം. അപ്പോഴാണ് ഉത്തരം കിട്ടുന്നത്. നമ്മളൊരു ഫോർമാലിറ്റിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേറ്റം ആവശ്യക്കാരായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ്. എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്? മഴ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഇതുപോലെയുള്ള വേനലായി ഒരു വേനൽ മഴ പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന സമയത്ത്, അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യേണ്ടതാണ്. അത് മഴ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്യേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മഴ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടതില്ല. പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയൊരു മഴ ലഭിച്ചു, നമുക്ക് നേരത്തെയുള്ള പ്രയാസങ്ങളൊന്നും നീങ്ങിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള മഴ ലഭിച്ചാലും നിസ്കാരം നിർവഹിക്കാമെന്നാണ്. കാരണം നമ്മുടെ ആവശ്യം അത് പൂർത്തിയായിട്ടില്ല. ചെറിയൊരു മഴ കൊണ്ട് നമുക്ക് ആശ്വാസം ഉണ്ടായിട്ടില്ല, ക്ഷാമങ്ങൾ മാറിയിട്ടില്ല, ജലക്ഷാമം തുടരുന്നുണ്ട്, വെള്ളമില്ലാത്തതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിസ്കാരം നിർവഹിക്കാം. ചെറിയൊരു മഴ സംഭവിച്ചാലും നിസ്കാരം നിർവഹിക്കാമെന്നാണ്. ഒന്നാമത്തെ ഹദീസിൽ നിന്നുള്ള ഫായിദ, ഇങ്ങനെയുള്ള സഹറായിലേക്ക്, തുറസായ പ്രദേശങ്ങളിലേക്കാണ് സുന്നത്തായി നമുക്ക് ചെയ്യാനുള്ളത് എന്ന കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ റിദാ, അവിടുന്ന് ധരിച്ചിരുന്ന റിദാ എന്ന് പറയുന്നത് എന്താണ്? ഇസാറും റിദാവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന ഒരു വസ്ത്രം. നമ്മളിന്ന് ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങളല്ല എപ്പോഴും ധരിച്ചിരുന്നത്. അവിടെ നീളക്കുപ്പായം ധരിച്ചിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ മക്കക്കാരുടെ അന്നത്തെ ഒരു മുഖ്യ വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഇഹ്റാമിലൊക്കെ ധരിക്കുന്നത് പോലെയുള്ള ഇസാറും റിദാവുമാണ്. ഒരു താഴെ ഒരു തുണിയും മേലെ ഒരു തുണിയുമാണ്. അപ്പൊ ആ റിദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത് തിരിച്ച് ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ ആ തിരിച്ച് ചെയ്തിരുന്നു എന്നുള്ളത് പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. താഴ്ഭാഗം മേൽഭാഗത്തേക്ക് ആക്കിയതാണോ, അതല്ല വലതുഭാഗം ഇടതുഭാഗത്തേക്ക് ആക്കുന്ന രൂപത്തിൽ ഇങ്ങനെ തിരിച്ചതാണോ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പല പണ്ഡിതന്മാരും അത് പറയുന്നത് ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് വലതുഭാഗത്ത് ഇടതുഭാഗത്തേക്കാക്കി. ഇപ്പൊ ഇങ്ങനെയുള്ളതാണെങ്കിൽ അത് ഇടതുഭാഗത്തേക്കാക്കി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മാറ്റാം. നമുക്കിത് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ജുബ്ബയോ ഷർട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നീളക്കുപ്പായമോ ഒന്നും അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. അത് തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു തുണിയാണ് എങ്കിൽ അത് തിരിക്കാമെന്നാണ്. അപ്പൊ അറബികൾ പൊതുവെ ധരിക്കുന്ന തട്ടം അങ്ങനെ ചെയ്യാമോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞത് ചെയ്യാമെന്നാണ്, ചിലർ പറഞ്ഞു ചെയ്യേണ്ടതില്ല. അത് ഇമാമ, ഷിമാഗ്, ഇങ്ങനെ തലയിലിടുന്ന തുണിയും അല്ലെങ്കിൽ കെട്ടിയിട്ടുള്ള ഇമാമയും ഒക്കെ അതവിടെ സ്ഥാപിതായി നിൽക്കുന്നതാണ്. അതങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മൾ ധരിക്കുന്ന തൊപ്പിയൊന്നും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ അങ്ങനെയുള്ള ഇമാമ അത് നമുക്കത് തിരിച്ചിടാം. അപ്പൊ ധരിക്കുന്ന അഫ്വൻ ഇങ്ങനെയുള്ള തട്ടമാണെങ്കിൽ, അത് ഗുത്ര പോലെയുള്ള തട്ടമാണെങ്കിൽ അത് തിരിച്ചിടാം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് പൊതുവെ അങ്ങനെ ഒരു സുന്നത്ത് നമുക്ക് ചെയ്യാൻ, നമ്മൾ അങ്ങനെയുള്ള ഒരു വസ്ത്രം ധരിക്കാത്തത് കൊണ്ട് നമുക്കത് ചെയ്യേണ്ടതില്ല എന്നാണ്. ഇനി എങ്ങനെയാണ് ഈ നിസ്കാരം? ഇത് ചില ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, സല്ല കമാ യുസല്ലി ഫിൽ ഈദ്, ഈദ് നിസ്കാരം നിർവഹിച്ചതുപോലെയാണ് നിസ്കരിച്ചത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈദ് നിസ്കാരം നിസ്കരിച്ചതുപോലെയാണ് എന്നാണ്. ഇപ്പൊ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവും. പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം? നമുക്കറിയാം, 2 റക്അത്തുകളാണ് ഉണ്ടാവുക. ആ 2 റക്അത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 6 തക്ബീറുകൾ കൂടി വേണം. ഇതും പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ഷാഫി മദ്ഹബിൽ 7 തക്ബീറുകൾ വേണമെന്നാണ്, മൊത്തം 8 ആവും. എന്നാൽ ഹംബലി മദ്ഹബിലൊക്കെ 6 തക്ബീറുകൾ സിയാദത്തായിട്ട്, അപ്പൊ 1ഉം 6ഉം അങ്ങനെ 7 തക്ബീറുകളാണ് വേണ്ടത്. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമാണ്, പിന്നീടുള്ള 6 സുന്നത്തായ തക്ബീറുകളാണ് വേണ്ടത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന തക്ബീറത്തുൽ ഇന്തിഖാൽ ഉണ്ട്. സുജൂദിൽ നിന്നും രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന തക്ബീറുൽ ഇന്തിഖാൽ, ഇത് വാജിബാണ്. ഇതിനുശേഷം 5 തക്ബീറുകൾ സുന്നത്തായ തക്ബീറുകളാണ്. സുന്നത്താണ് എന്ന് പ്രത്യേകം പറയുന്നത്, അതിലൊരു തെറ്റ് സംഭവിച്ചാൽ, ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ നിസ്കാരത്തെ അത് ബാധിക്കുന്നില്ല എന്നാണ്. ഇതിനിടയിൽ നമുക്ക് ഉണ്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലുകയോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുപോലെയുള്ള ദിക്റുകൾ ചൊല്ലുകയോ അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പൊ സാധാരണ നമ്മൾ പെരുന്നാൾ നിസ്കാരം പോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിന്
നമുക്ക് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അഅല അല്ലെങ്കിൽ സൂറത്തുൽ ജുമുഅ, രണ്ടാമത്തെ റക്അത്തിന് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഗാശിയ അല്ലെങ്കിൽ സൂറത്തുൽ മുനാഫിഖൂൻ, ഇത് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും എളുപ്പമുള്ള 2 റക്അത്താണ്, അധികം ദൈർഘ്യമൊന്നും ആവശ്യമില്ല. ഈ സൂറത്തുകൾ ഓതി നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി നിസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിൽ സഹോദരങ്ങളെ 2 രൂപത്തിലുള്ള ഹദീസുകൾ വന്നതിനാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഹദീസുകളിൽ പെരുന്നാൾ നിസ്കാരം പോലെ തന്നെ ആദ്യം നിസ്കാരവും പിന്നീട് ഖുത്ബ നടത്തി എന്നാണ് വന്നിട്ടുള്ളത്. എന്നാൽ വേറെ ചില ഹദീസുകളിൽ കാണുന്നത് ആദ്യം ഖുത്ബയും പിന്നീട് നിസ്കാരം, ജുമാ നിസ്കാരം പോലെ എന്ന ഹദീസിന്റെ ലഫ്ദിൽ വന്നിട്ടില്ല, അതുപോലെയാണ് എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് രണ്ടിലേത് സ്വീകരിച്ചാലും തെറ്റില്ല. പക്ഷെ ജുംഹൂർ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പെരുന്നാൾ നിസ്കാരം പോലെ നിർവഹിക്കുന്നതാണ് സുന്നത്ത് എന്ന് പറഞ്ഞത് കാണാം. അഥവാ ആദ്യം നിസ്കരിക്കുക, ശേഷം ഇമാം ഖുത്ബ നിർവഹിക്കുക എന്നുള്ളതാണ് സുന്നത്ത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ആ ഖുത്ബ എങ്ങനെ ആയിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ ഘോരമായ വലിയൊരു പ്രഭാഷണമല്ല നടത്തുക, മറിച്ച് വഅളായിരിക്കും, പൂർണ്ണമായ ഉപദേശമായിരിക്കും അവിടെ നടത്തുക. അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയമോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യുക. പൂർണ്ണമായ വഅൾ. എന്താണ് വഅൾ? ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് വരൾച്ച ഉണ്ടായി എന്ന കാര്യം, എന്താണ് വരൾച്ചയുടെ പിന്നിൽ, നമ്മുടെ തിന്മകളാണ്, പാപങ്ങളാണ്, ശിർക്കാണ്, ബിദ്അത്തുകളാണ്, ഹറാമുകളാണ് ചുറ്റും സംഭവിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അതുപോലെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ചുറ്റും ഹറാമുകൾ നടക്കുന്ന സമയത്ത്, ഷിർക്കുകളും ബിദ്അത്തുകളും നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി പോയാൽ പോരാ, ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. കാരണം ആളുകൾ നശിച്ചാൽ അത് നമ്മൾ മുഴുവൻ നശിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരുടെ തിന്മകൾ കൂടി ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് അത് ബാധിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. ഇതൊക്കെ ആയിരിക്കും വഅളായി ആ ഖുത്ബയിൽ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഖുത്ബയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപദേശം നടത്തിയിട്ടുണ്ട്. അത് എത്ര ഖുത്ബയാണ്? അതിലും ഖിലാഫാണ്. നമുക്കറിയാം പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുത്ബയിലും പണ്ഡിതന്മാർക്കിടെ ശക്തമായ ഖിലാഫുണ്ട്. പല പണ്ഡിതന്മാരും 2 ഖുത്ബ വേണമെന്നാണ്, ജുമ പോലെ. എന്നാൽ ഒരു ഖുത്ബ മതി എന്ന് പറയുന്ന അഭിപ്രായവും ഉണ്ട്. നമ്മൾ പൊതുവെ അതാണ് സ്വീകരിച്ചു വരുന്നത്. അതേപോലെ തന്നെ ഈദ് നിസ്കാരത്തോട് ഖിയാസാക്കുമ്പോൾ പിന്നീടുള്ള അഭിപ്രായം ഈദ് പോലെ 2 ഖുത്ബ വേണമോ വേണ്ടേ എന്നാണ്. എന്നാൽ ഇവിടെ ഈദ് ഖുത്ബ 2 വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ഒരു ഖുത്ബ മതി എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പെരുന്നാൾ ഖുത്ബ പോലെ തന്നെ, നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഖുത്ബയായിരിക്കും ഉണ്ടാകുക. ആ ഖുത്ബയിൽ ഈ കാര്യങ്ങൾ സംസാരിക്കും, അത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. ഖുത്ബയിൽ പിന്നീട് ഇമാം ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ഇമാം വഅള് നടത്തും, അതുപോലെ ഒരുപാട് കൈകൾ ഉയർത്തി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയേണ്ടതുണ്ട്, കൈകൾ ഉയർത്തി ആമീൻ പറയേണ്ടതുണ്ട്. ഇമാം കൈകൾ ഉയർത്തിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുക, ആമീൻ പറയും. പിന്നീട് ഇമാം അവസാനം ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം ഉണ്ടെങ്കിൽ, രിദ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ അപ്പോഴാണ് അത് തിരിക്കുക. അത് തിരിച്ചുകൊണ്ട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഇമാം എന്ത് ചെയ്യും? ദുആ ചെയ്യും. അപ്പോൾ ഇമാം പതുക്കെ ആയിരിക്കും ദുആ ചെയ്യുക. ആ പതുക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളും നമുക്ക് വേണ്ടി, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മളും പതുക്കെ ദുആ ചെയ്യുക. ഇതാണ് ഈ നിസ്കാരത്തിന്റെ രൂപം എന്ന് പറയുന്നത്. പെരുന്നാൾ നിസ്കാരം പോലെയാണ്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുത്ബ നടത്തുന്നത്. ആ ഖുത്ബയിൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ദുആ ചെയ്യുക എന്നുള്ളതാണ്. കൈകൾ ഉയർത്തി ദുആ ചെയ്യുക, നമ്മൾ ആമീൻ പറയുക. ഇമാം പതുക്കെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളും ഈ പറയുന്ന അങ്ങേയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിനയാനിതനായിക്കൊണ്ട് ആവശ്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളും ദുആ ചെയ്യുക. ഇതാണ് സഹോദരങ്ങളെ ഈ നിസ്കാരത്തിന്റെ രൂപം. ഇനി ഹദീസിൽ വന്ന ഫായിദയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടാമത് നമ്മൾ വായിച്ച ഹദീസിൽ ഇമാമിനോട്, ഖത്തീബിനോട് മഅ്മൂമിന് ഒരാവശ്യം വന്നപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരാൾ സംസാരിച്ചാൽ അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കാം. കാരണം അത് തെറ്റായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുമായിരുന്നു, സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇരുത്തുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അതിന് ഉത്തരം ചെയ്യുകയും ചെയ്തു. ദുആ ചെയ്യാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഖത്തീബിനോട് ഉണർത്തേണ്ടതായ കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ട് എങ്കിൽ, അത്രയും ആവശ്യമുണ്ടെങ്കിൽ അത് പറയാമെന്നാണ്. അതല്ലാതെ ഖത്തീബ് പറയുമ്പോൾ അവിടെ പറഞ്ഞ് തിരുത്താനും അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ ചർച്ച നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ ഒരാൾക്ക് അത് പറയാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ മൈക്ക് ഓണാക്കേണ്ട ഒരു സിസ്റ്റം ഖത്തീബിന്റെ അടുത്താണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു മൈക്ക് ഉണ്ട്, അത് ഓണാക്കേണ്ടത് ഖത്തീബാണ്, ഓണാക്കിയിട്ടില്ല. ഖത്തീബിന് മനസ്സിലാവുന്നില്ല, ഒരാൾക്ക് എന്നിട്ട് ആ മൈക്ക് ഓണാക്കിയിട്ടില്ല എന്ന് പറയും. കാരണം ഒരുപാട് ആളുകൾ അപ്പുറത്തൊക്കെ കേൾക്കാനൊക്കെ ഉണ്ട്.
ഇത് ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുക, അത് പറയാവുന്നതാണ്, ഒരു ഹാജത്താണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പം അതുപോലെയുള്ള ഒരു കാര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? ഖത്തീബിനോട് സംസാരിക്കാവുന്ന. തിരിച്ച് ഖത്തീബും സംസാരിക്കാം ഒരു വ്യക്തിയോട്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു വ്യക്തി വന്നിട്ട് നേരെ ഇരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞു. ഖത്തീബിനും ഒരു വ്യക്തിയോട് സംസാരിക്കുക എന്നുള്ളത് ജായിസാണ്. പക്ഷേ ഖുതുബ കേൾക്കുന്നതിനിടയിൽ 2 ആളുകൾ തമ്മിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. 2 ആളുകൾ എത്രത്തോളം പാടില്ല? മിണ്ടാതിരിക്കൂ എന്ന് പോലും പറയാൻ പാടില്ല. ഒരാൾ മിണ്ടുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കൂ എന്ന് നീ പറഞ്ഞാൽ നിന്റെ ഖുതുബ ഫസാദായി, അഥവാ നിന്റെ ഖുതുബയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ പോലും പറയാൻ പാടില്ല. 2 ആളുകൾ തമ്മിൽ അങ്ങനെ ഒരു സംസാരവും പാടില്ല. പക്ഷേ ഒരു ഹാജത്ത് ഉണ്ടായാൽ ഖത്തീബിനോടും പറയാം, ഖത്തീബിനെ തിരിച്ച് ഒരു വ്യക്തിയോടും പറയാവുന്നതാണ്. ഹദീസിൽ നിന്നുള്ള ഒരു ഫായിദയാണിത്. ഇനി സഹോദരങ്ങളെ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അത് ധാരാളം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ 1-ാമത്തെ ഹദീസിൽ വന്നതുപോലെ തന്നെ അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്നുള്ളതാണ്. ഇത് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. ഇനി അതുപോലെ തന്നെ ചില ഹദീസുകളിൽ ആ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ വേറെ ചില സ്ത്രീകളും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മസ്ഖിന, അല്ലാഹുമ്മസ്ഖിന, അല്ലാഹുമ്മസ്ഖിന. അർത്ഥം അത് തന്നെയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് സഹായപ്രദമായ ഉപകാരപ്രദമായ മഴ നൽകണമേ എന്നുള്ളതാണ്. അതുപോലെയുള്ള പ്രാർത്ഥനകൾ അല്ലാഹുമ്മസ്ഖിന ഗൈസൻ മുഗീസൻ മുരീഅൻ മരീഅൻ നാഫിയൻ ഗൈറ വാരിൻ ആജിലിൻ ഗൈറ ആജിൽ പോലെയുള്ള സഹായപ്രദവും സുഖപ്രദവുമായ നല്ല മഴ നൽകണമേ എന്ന രൂപത്തിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനൊരാൾക്ക് ഭാഷ വശമില്ലെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ദുആയുടെ മര്യാദയിൽപ്പെട്ട ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. 3 പ്രാവശ്യമാണ് അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന. നമ്മൾ ഏത് ദുആ ചെയ്യുന്ന സമയത്തും നമ്മൾ ആവർത്തിച്ച് നമ്മൾ അതിന് കൂടുതൽ ആവശ്യക്കാരാണ് എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. അപ്പം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക, ആവർത്തിച്ച് നമ്മൾ ആവശ്യം പറയുക, എന്നും നമ്മൾ പറയുക. നാളെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അവിടെ മാത്രമല്ല എന്നും നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് മഴ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല. നമ്മളിൽ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു താല സ്വീകരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പ്രായപൂർത്തി എത്തുന്നതിനൊക്കെ മുമ്പുള്ള, അതായത് വകതിരിവൊക്കെയുള്ള മുമൈസായ 7 വയസ്സൊക്കെ കഴിഞ്ഞ് പ്രായപൂർത്തിയൊക്കെ എത്തുന്നതിന് മുമ്പുള്ള കുട്ടികളൊക്കെ നിങ്ങൾ നിസ്കാരത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം അവർ തിന്മകൾ കുറഞ്ഞ ആളുകളാണ്. അവരുടെ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിക്കാൻ സാധ്യതയാണ്. അതുപോലെ വയസ്സായ ആളുകളെ കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ സാധ്യതയാണ്. അള്ളാഹുലേക്ക് ഒരുപക്ഷെ കൂടുതൽ അടുത്തിട്ടുള്ള തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന് വിനയമായിരിക്കാം, അദ്ദേഹം അഫ്ളലായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നീട് അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്. ഇതിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനായ അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിനെ കൊണ്ട് ദുആ ചെയ്യാൻ പറയുമായിരുന്നു എന്നാണ് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത 1010ാമത്തെ ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, കാന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിനെ തവസ്സുലാക്കിക്കൊണ്ടായിരുന്നു. എന്താണ് തവസ്സുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിനോട് പോയി പ്രാർത്ഥിക്കാൻ പറയും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറയും. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബീനാ ഫതസ്ഖീന. അല്ലാഹുവേ, ഞങ്ങൾ നബിയോടായിരുന്നു നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത്, നിന്നെ തവസ്സുലാക്കിയത് നബിയോടാണ് പറഞ്ഞിരുന്നത്. അല്ലാഹുവേ, ദുആ ചെയ്യണം, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയോടായിരുന്നു, നബിയുടെ കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ഞങ്ങൾ നബിയുടെ പിതൃപനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ടാണ് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്ഖിന, ഞങ്ങൾക്ക് മഴ നൽകണമേ എന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നമുക്കറിയാം, മസ്ജിദ് നബവിയുടെ തൊട്ടടുത്ത് തന്നെ അന്നുണ്ട്. അന്ന് ഒരു സഹാബിയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സഹാബി ആ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. നബിയെ താങ്കൾ പറയണം എന്ന് ഇസ്തിശ്ഫാ നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ നടത്താൻ വേണ്ടി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്തിട്ടില്ല എന്നല്ല ഈ പറയുന്നത്. അത് കടുത്ത ശിർക്കാണ്, യാതൊരു സംശയവുമില്ല.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് നബിയെ താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന വാചകം പോലും എന്ത് ചെയ്തിട്ടില്ല, സ്വഹാബികളിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്വഹീഹായി ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അഫ്ളൽ എന്നുള്ളതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്തിൽ അഫ്ളലുൽ ഖൽഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖബറിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഖബറിലുള്ള വ്യക്തിയോട് നമുക്കിനി സംസാരമില്ല, നമുക്കിനി വർത്തമാനങ്ങളില്ല, നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഖബറിലുള്ള വ്യക്തിക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക, സ്വലാത്ത് ചൊല്ലുക, മലക്കുകൾ അവിടെ സ്വലാത്ത് എത്തിക്കും എന്നല്ലാതെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ അവിടുത്തോട് പ്രാർത്ഥിക്കാനോ പാടില്ല. സ്വഹാബികൾക്ക് അത് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമുള്ള സഹീഹായ ബുഖാരിയിലെ ഹദീസാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊക്കെ യസീദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ നേതൃത്വം നൽകി മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചത് കാണാം. അദ്ദേഹം വലിയ ശ്രേഷ്ഠനായ വലിയ തഖ്വയുള്ള ഒരു സഹാബിയാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്നും ഹിജാബിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്തായി അദ്ദേഹം അത് പറയും. ഞാൻ ഹിജാബിന്റെ ഇപ്പുറത്ത് നിന്നും എന്ന കാര്യങ്ങൾ കേട്ടു. ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി ഒരുപാട് ഹദീസ് റിവായത്ത് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം, അഥവാ യസീദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു. അപ്പം അങ്ങനെയുള്ള തഖ്വയുള്ള ആളുകളെയാണ് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇതിന് നേതൃത്വം നൽകേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. തഖ്വ എന്ന് പറയുന്നത് ചിലപ്പോൾ എവിടെയും ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്ക് ഇരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനായിരിക്കും. ചിലപ്പോൾ അയാൾ വലിയ നേതൃത്വത്തിലോ അല്ലെങ്കിൽ വലിയ മുൻനിരയിലോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതുപോലെ തഖ്വയുള്ള ആളുകൾ ലക്ഷണമായി പണ്ഡിതന്മാർ പറയുന്നത് അവരെ നമ്മൾ അന്വേഷിക്കാൻ പോയാൽ അവർ ഓടിക്കളയും. അല്ലാതെ അവർ വന്ന് ഞാൻ വലിയ ആളാണ്, ഞാൻ നിൽക്കാം, ഞാൻ തയ്യാറാകാം എന്ന് പറയുന്ന ആളുകളായിരിക്കില്ല. എന്ന് പറയുന്ന ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലയുടെ കഥ നമുക്കറിയാം. താബിഈയാണ് ഉവൈസ് അൽ ഖർനി റഹിമഹുല്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഉവൈസ് അൽ ഖർനി റഹിമഹുല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദേഹത്തെ ആരെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അള്ളാഹിനോട് ദുആ ചെയ്താൻ പറഞ്ഞു. കാരണം അദ്ദേഹം ദുആ ചെയ്താൽ ഉടനെ ഉത്തരം ലഭിക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തികളുടെ പെട്ടത്തിൽ ഒരാളായിരുന്നു. അത്രയത്രയും ഉമ്മയോട് പുണ്യം ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു ഉവൈസ് അൽ ഖർനി റഹിമഹുല്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം പ്രചരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ സ്ഥലം വിടുകയാണ് ചെയ്തത്. അപ്പൊ തഖ്വയുള്ള ആളുകൾ അങ്ങനെയാണ്. അവർ ആളുകൾക്ക് മുന്നിൽ നിന്ന് ഞാൻ നേതൃത്വം നൽകാം, ഞാൻ ദുആ ചെയ്യാമെന്ന് പൈസ വാങ്ങി ദുആ ചെയ്യുന്ന പരിപാടി അവർ നടത്താറില്ല. എന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ ദുആക്ക് നേതൃത്വം നടത്താം എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് പൈസ വാങ്ങി അവരങ്ങനെ സ്വലാത്ത് നഗറിലും അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ നടത്തി പൈസ വാങ്ങണേ അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരോട് പൈസ വാങ്ങിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. എന്നാൽ മുൻഗാമികളായ ആളുകൾ അവർ അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ അവർ ഓടിയകലുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഉംദത്തുൽ അഹ്കാമിലെ സലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയുന്ന അധ്യായം അതോടുകൂടി പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകൾ മനസ്സിലാക്കാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.